ഭാരതീയ ജനതാ പാർട്ടിയുടെ വളർച്ചയും തുടർച്ചയായ ഭരണവും ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ പഠന വിഷയങ്ങളിൽ ഒന്നാണ്. 1984 കേവലം 2 സീറ്റുകളിൽ ഒതുങ്ങിപ്പോയൊരു പാർട്ടി ഇന്ന് ഇന്ത്യയെ തുടർച്ചയായി ഭരിക്കുന്ന കരുത്തറ്റ പ്രസ്ഥാനമായി മാറിയതിന് പിന്നിൽ കൃത്യമായ ചില ഘടകങ്ങളുണ്ട്. ബംഗാൾ രാഷ്ട്രീയത്തിൽ പുതിയ ചരിത്രം കുറിച്ചുകൊണ്ട് BJPയുടെ ആദ്യ മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത് ഇന്നായിരുന്നു. ചടങ്ങിലെ ഏറ്റവും മനോഹരമായ കാഴ്ച സത്യപ്രതിജ്ഞയ്ക്ക് മുൻപായി BJPയുടെ ഏറ്റവും മുതിർന്ന പ്രവർത്തകനായ 98 വയസ്സുകാരൻ മകൻലാൽ സർക്കാരിൻ്റെ അനുഗ്രഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏറ്റുവാങ്ങിയതായിരുന്നു. എന്തുകൊണ്ടാണ് BJP ഇങ്ങനെ തുടർച്ചയായി അധികാരത്തിൽ വരുന്നത് എന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ. എത്ര വലിയ ഉയരത്തിലായാലും വന്ന വഴി മറന്ന് അവർ പ്രവർത്തിക്കുന്നില്ല. വർഷം 1952 കാശ്മീരിലെ മഞ്ഞ് പൊറിച്ച മലനിരകൾ. അന്ന് ഇന്ത്യയുടെ ദേശീയ പതാക കാശ്മീരിൽ ഉയർത്തുക എന്നത് വെറുമൊരു സ്വപ്നമായിരുന്നു. അവിടെ ഭാരതീയ ജനസംഘത്തിൻ്റെ സ്ഥാപകൻ ശ്യാമപ്രസാദ് മുഖർജിക്ക് തൊട്ടു പിന്നിൽ നിഴലായി ഒരു യുവാവുണ്ടായിരുന്നു. ആ യുവാവിൻ്റെ പേരാണ് മകൻലാൽ സർക്കാർ. ആ യാത്രയിൽ അവർ തടവിലാക്കപ്പെട്ടു. താൻ വിശ്വസിക്കുന്ന ആദർശത്തിന് വേണ്ടി അഴിക്കുള്ളിൽ കിടക്കുമ്പോഴും ആ യുവാവിൻ്റെ കണ്ണുകളിൽ കണ്ടത് ഭാരതത്തെക്കുറിച്ചുള്ള വലിയൊരു സ്വപ്നം തന്നെയായിരുന്നു. ഒരു നാൾ ദേശീയഗാനം ആലപിച്ചതിന് ഡൽഹി പോലീസ് മകൻലാലിനെ കൈവിലങ്ങണിയിച്ചു. കോടതിയിൽ ജഡ്ജി ഒരു വിട്ടുവീഴ്ച മുന്നോട്ട് വെച്ചു. മാപ്പ് പറയുന്നതിന് പകരം കോടതി മുറിയുടെ തറയിൽ ഉറച്ചു നിന്നുകൊണ്ട് അദ്ദേഹം വീണ്ടും വന്ദേ മാതരം ഉറക്കെ ആലപിച്ചു. ആദർശത്തിന് മുന്നിൽ തടവറകൾ വെറും കളിമൺ കോട്ടകളാണെന്ന് അദ്ദേഹം തെളിയിച്ചു. കോടതി മുറിയിൽ അദ്ദേഹത്തിൻ്റെ പാട്ട് കേട്ട വികാരഭരിതനായ ജഡ്ജി അദ്ദേഹത്തെ വിട്ടയക്കാനും സിലിഗുരിയിലെ വീട്ടിലേക്കുള്ള യാത്രയ്ക്ക് ഒരു ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റും കൂടാതെ 100 രൂപ നൽകാനും പോലീസിനോട് ആവശ്യപ്പെട്ടു. അന്ന് ജഡ്ജിയെ വികാരഭരിതനാക്കിയ ദേശീയ ഗീതത്തിന് കേന്ദ്ര സർക്കാർ ദേശീയ ഗാനത്തോളം പ്രാധാന്യം പിന്നീട് നൽകി ഉത്തരവിറക്കിയത് കാലം കാത്തുവെച്ച ഒരു കാവ്യനീതിയായി നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കും. 1980 BJP രൂപീകരിക്കുമ്പോൾ മകൻലാൽ വീണ്ടും സജീവമായി ബംഗാളിൻ്റെ ഗ്രാമപ്രദേശങ്ങളിൽ അദ്ദേഹം നടന്നു. വെറും ഒരു വർഷം കൊണ്ട് 10,000-ങ്ങളെ അദ്ദേഹം പാർട്ടിയിലേക്ക് ചേർത്തു. അധികാരത്തിന് പിന്നാലെ പോകാതെ പദവികൾ ആഗ്രഹിക്കാതെ പശ്ചിമ ബംഗാളിലെ ചുമപ്പ് കോട്ടകൾക്കിടയിൽ സിലിഗുരിയിലെ തൻ്റെ ചെറിയ വീട്ടിലിരുന്ന് അദ്ദേഹം കാവ്യ വിത്തുകൾ പാകി. തലമുറകൾ മാറി മാറി വന്നു, നേതാക്കൾ വന്നുപോയി. പക്ഷേ മകൻലാൽ അവിടെ ഉണ്ടായിരുന്നു, ഒരു ആൽമരം പോലെ. BJPയുടെ വളർച്ചയ്ക്കായി ജീവിതം ഒഴിഞ്ഞുവെച്ച ഒരു സാധാരണ പ്രവർത്തകൻ്റെ കാൽ തൊട്ട് വന്നിച്ച് മോദി കാണിച്ചത് ഈ മഹാപ്രസ്ഥാനം പടുത്തുരുത്തിയത് മകൻലാലിനെ പോലുള്ളവരുടെ വിയർപ്പ് കൊണ്ട് ആണെന്നാണ്. 70 വർഷങ്ങൾക്ക് മുമ്പ് ശ്യാമപ്രസാദ് മുഖർജിക്കൊപ്പം കാശ്മീരിൽ തടവിലാക്കപ്പെട്ട ആ പോരാളിക്ക് ഇന്ന് തൻ്റെ പ്രസ്ഥാനം ബംഗാളിൽ വിജയിക്കുന്നത് കാണാനുള്ള ഭാഗ്യം ലഭിച്ചിരിക്കുകയാണ്. മകൻലാൽ സർക്കാർ വെറും ഒരു പേരല്ല, അതൊരു വികാരമാണ്. തൻ്റെ ആദർശം വിജയിക്കുന്നത് കാണാൻ ഒരു നൂറ്റാണ്ടോളം കാത്തിരുന്ന ഒരു സാധാരണക്കാരൻ്റെ അസാധാരണമായ ജീവിതം.